ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള പലഹാരം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ഓണത്തിന് കൊല വാങ്ങിയപ്പോൾ അതിൻ്റെ ബാക്കി വന്ന പഴമാണ്. തൊലി കറുത്തപ്പോൾ ആരും കഴിക്കണില്ല. അപ്പോൾ ഇത് കളയണ്ട, ഇത് വെച്ചിട്ട് നമുക്ക് പലഹാരം ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ച് ഞാനത് എടുത്തു. 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതാക്കിയിട്ട് അരിയട്ടെ കേട്ടോ. ഈ പലഹാരം ഉണ്ടാക്കാൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ, ഈസിയാണ് ഉണ്ടാക്കാനും. അപ്പം ഞാനിത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു ടീസ്പൂൺ നിറവ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പൊട്ടിച്ചിട്ടും ഇങ്ങനെയും അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാനൊന്ന് വറുത്ത് കോരിയെടുക്കട്ടെ. ഇനി നമുക്ക് ഇതൊക്കെ കോരിയെടുത്തതിന് ശേഷം കുറച്ച് ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം കേട്ടോ. അതും വറുത്ത് കോരിയെടുക്കേ. അപ്പോൾ അതാ ഇത്ര അളവിൽ ഞാൻ ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇങ്ങനെ നെയ്യിലിട്ട് വറുത്തതല്ലേ, നല്ലൊരു സ്മെല്ലും പിന്നെ അത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിതും വറുത്ത് കോരിയെടുക്കട്ടെ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് ഈ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതും ഒന്ന് ആ നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റാം. അപ്പോൾ നെയ്യിലിട്ട് ഇങ്ങനെ വരട്ടുമ്പോൾ നല്ല നേന്ത്രപ്പഴം നെയ്യിലും കൂടി വരുമ്പോൾ നല്ല ഒരു സ്മെല്ലാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് കണ്ട ഒരു നല്ല മഞ്ഞ കളർ വന്നു. ഇപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടേ. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലോട്ട് തേങ്ങയാണ് കേട്ടോ. തേങ്ങ ചിരകി വെച്ചത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇടുമ്പോൾ നല്ല തേങ്ങ കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റും കൂടും. അപ്പോൾ ഞാൻ എന്താ തേങ്ങ ചിരകി വെച്ച് ഞാൻ ഒരു 3 കൈയിലോളം 3 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചും കൂടെ കൂട്ടിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ ഇതും ഒന്നിട്ട് തേങ്ങയും നെയ്യും അതുപോലെ പിന്നെ ഏത്തപ്പഴവും ഒക്കെ കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ തീ സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ അതൊക്കെ ഒന്ന് ചെയ്യാൻ. തീ ഇങ്ങനെ ഫുള്ളിൽ വെച്ച് ചെയ്യായിരിക്കും കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് റവയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ തീ സിമ്മിലിട്ടിട്ട് നമുക്ക് ഈ റവ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പച്ചറവ എടുക്കരുത്, വറുത്ത റവ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. എപ്പോഴും തീ സിമ്മിലിട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ റവ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ സിമ്മിലിട്ടിട്ട് തന്നെയാണ് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനി കേട്ടോ. അപ്പോൾ ഞാൻ 2 ബെല്ലെടുത്ത് ഉരുക്കി, 2 ബെല്ലൊന്നും വേണ്ട, ഞാനത് ഉരുക്കി കല്ലൊക്കെ കളഞ്ഞ് കല്ലും മണ്ണും കളഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കണുള്ളൂ, കാരണം മധുരം സൂക്ഷിക്കണത്. 2 പഴം എടുത്ത കാരണം നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മൾ മധുരം ആവശ്യത്തിനുള്ള മധുരം ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്ത് തീ സിമ്മിലിട്ടിട്ട് ഇനി ഇതിലിരുന്നൊന്ന് വേവട്ടെ. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ 1 മിനിറ്റ് നേരം തന്നെ നന്നായി ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വിടേ. അപ്പോൾ നേരത്തെ ഞാൻ ശർക്കരപ്പാനി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മധുരം നോക്കിയിട്ട് വേണം. അത്ര നല്ല മധുരം വേണ്ടെങ്കിൽ ശർക്കരപ്പാനി കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ അതിലിരുന്ന് ഒന്ന് വേവണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുകയാണേ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിങ്ങനെ ഉണ്ടകളാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി വയ്ക്കാം കേട്ടോ. ഒരു ലഡുവിൻ്റെയൊക്കെ പാകത്തിന് ഒരു മീഡിയം സൈസ്, വലിയ ഉണ്ടയല്ല, ഒരു മീഡിയം സൈസ് ഉണ്ടകളാക്കിയിട്ട് നമുക്കിങ്ങനെ ഉരുട്ടി വയ്ക്കാം. പിന്നെ ഇങ്ങനെ ഉണ്ട ഉരുട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അതിൽ നെയ്യുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഉണ്ട ഉരുട്ടാവുന്നതാണ്.
അപ്പോൾ ഞാനിതൊക്കെ ഒന്നിങ്ങനെ ഉരുട്ടി വെക്കട്ടെ. അപ്പോൾ ദാ ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതുകൊണ്ട് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ എന്താ പറയുക, ലഡുവിൻ്റെ ഒക്കെ ഒരു ചെറിയ ലഡുവിൻ്റെ വലുപ്പത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 10-14 എണ്ണമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിലും ഇതുപോലെ ഓണത്തിൻ്റെ കുറേ ബാക്കിയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണോ? കൊലയമേ പഴമൊക്കെ ബാക്കി ഉണ്ടാവും, ഇതുപോലെ കറുത്ത നിറത്തിലുള്ള പഴം. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. സംഭവം അടിപൊളിയാണ്. പിന്നെ അഭിപ്രായം പറയണേ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.